അന്ന് +2 കഴിഞ്ഞ സമയത്ത് തയ്യലിന് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അന്ന് കേട്ടില്ല. അന്ന് എഞ്ചിനീയറിംഗിന് പോകണമെന്ന് പറഞ്ഞ് മോങ്ങി. എന്നിട്ടാ എഞ്ചിനീയറിംഗിന് കൊണ്ടുപോയി തള്ളിയത്. അന്ന് തയ്യലിന് പോയിരുന്നെങ്കിൽ ഇപ്പൊ വല്ല ട്രൗസർ കയറിയത് തുന്നായിരുന്നു, അല്ലെങ്കിൽ തലയുടെ കവർ തുന്നായിരുന്നു ഇല്ലേ? എന്റെ അച്ഛ തയ്ക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായാലും ചെയ്യാം. എഞ്ചിനീയറിംഗ് പാസ്സായ എത്രയോ പേര് ഇപ്പൊ തയ്യൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ചെയ്തോളാം. എനിക്കൊരു മെഷീൻ മേടിച്ചാ. ട്രൗസർ തുന്ന എന്താണ് എഞ്ചിനീയറിംഗിന് പോണത്? ആ മാനേജറുടെ കാലും നക്കി തുടച്ച് 1.5 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് നീങ്ങോട്ട് ഒരു അവസാനം 100-ൽ 3 മാർക്കും വാങ്ങി വന്നിരിക്കണവള്. എന്റെ അച്ഛ എന്റെ കൂടെ പഠിച്ചവർക്ക് 1-1.5 മാർക്ക്, എനിക്ക് 3 മാർക്കില്ലേ? അപ്പൊ ഞാനല്ലേ ഫസ്റ്റ്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അച്ഛൻ ചൊറിഞ്ഞു വരുമൊന്നും വേണ്ട. റീവാലുവേഷന് കൊടുത്താലേ ചിലപ്പോ എനിക്ക് ഫസ്റ്റ് ക്ലാസ് എങ്കിലും കിട്ടും. അതായത് എന്റെ മാർക്ക് പുനഃപരിശോധനയ്ക്ക് കൊടുത്താൽ മതി. എടീ 3 മാസം ഗർഭിണിയാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞിട്ട് വേറൊരു ഡോക്ടർക്ക് പൈസ കൊടുത്താൽ 9 മാസം എന്ന് പറഞ്ഞാൽ എഴുതി തരുമോ? എന്റെ അച്ഛ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എവിടെ? ഇതിന്റെ കോളേജിലോ? എടി നിനക്കൊരു 2 കോടി രൂപ കിട്ടിയാലേ ആദ്യം നീ എനിക്ക് എത്ര രൂപ തരും? 2 കോടി തരും. ഇത്ര സംശയം തോന്നുന്നു. ഒരു 10 ലക്ഷം കിട്ടിയാലോ? അത് മുഴുവൻ അണ്ണനുള്ളത് തന്നെ. ഒരു 2 ലക്ഷം ആയാലോ? എന്റെ പൊന്നണ്ണ, 2 ലക്ഷം രൂപ അണ്ണനുള്ളത് തന്നെ. എന്റെ പൈസ അണ്ണന്റെ പൈസ എല്ലാം ഒരുപോലെ അല്ലേ? ഒരു 355 രൂപ കിട്ടിയാലോ? എത്ര? 355. നിങ്ങൾ എന്റെ അരികത്ത് തരുന്ന പൈസ എടുത്തല്ലേ ഞാൻ ചിട്ടിക്കടക്കാൻ വെച്ചിരുന്നേ ഉള്ളൂ. മോദിവാദിക്കൊക്കെ തിരിച്ചു കൊണ്ടുവച്ചില്ല. കേട്ട സ്വഭാവം മാറ്റരുത്. എന്റെ വേറൊരു മോഹമല്ല. അതെ, നമ്മുടെ എഞ്ചിനീയറിംഗ് പിള്ളേരുടെ റിവാലുവേഷന്റെ കാര്യത്തിനാണ് ഞാൻ വന്നത്. സോറി, 14-ാം തീയതി വരെ എനിക്കൊരു ഒഴിവില്ല. പാർട്ടിയുടെ ജില്ലാ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? റിവാലുവേഷൻ. ഈ പ്രാവശ്യത്തെ റിവാലുവേഷനെ വേണമെങ്കിൽ വല്ല സിനിമാക്കാരെയോ സീരിയൽ അവതാരകരെയൊക്കെ വിളിച്ചേക്കും. അടുത്ത പ്രാവശ്യം ഞാൻ റെഡിയാണ്. എന്റെ നേതാവേ, ഇത് ആനിവേഴ്സറി യൂത്ത് ഫെസ്റ്റിവലൊന്നും അല്ല. റിസൾട്ട് വന്നപ്പം തോറ്റുപോയ പിള്ളേര് അവരുടെ മാർക്ക് പുനഃപരിശോധിക്കുന്ന കാര്യമാ. പുനഃപരിശോധന ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു. മീറ്റിംഗിൽ വരുന്ന എല്ലാവർക്കും ചായ മാത്രമാണ് കൊടുക്കുന്നത്. അടുത്ത പ്രാവശ്യം മുതൽ അവർക്ക് എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം കൂടി കൊടുക്കുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി വകുപ്പ് മന്ത്രിയായിട്ടോ വൈസ് ചാൻസലറായിട്ടോ തീരുമാനിച്ചു ഞാൻ ഉടനെ നടപടിയെടുക്കും. സാറിത് എന്തൊക്കെയാ പറയണേ? ഞാൻ ഇതൊന്നും അല്ല ഈ പറയണത്. പിന്നെ പള്ളിക്കൂടത്തിന്റെ വാതിൽ കാണാത്തവനെയൊക്കെ പിടിച്ച് സിൻഡിക്കേറ്റ് മെമ്പർ ആക്കും. മറ്റൊക്കെ പള്ളക്ക് കയറ്റണം. എന്റെ മോളുടെ കല്യാണം എവിടുന്നാ ചെക്കൻ? എന്താ ചെക്കൻ ജോലി? അതൊക്കെ കല്യാണം വിളിക്കാൻ വരുമ്പോ ഞാൻ പറയാം. അപ്പോ കല്യാണം വിളിക്കാൻ വന്നതല്ലേ? അല്ല, പിന്നെ ഞാൻ പരാതി കൊടുക്കാൻ പോണൂന്ന് പറയാൻ വേണ്ടി വന്നതാ. അയ്യോ, അതെന്തു പറ്റി? ആ ചെറുക്കിന് വേറെ ഭാര്യയും മക്കളും ഉണ്ടോ? മുതലാളിയുടെ ഭാര്യ എന്ന് പറഞ്ഞ് തോന്നിയ ദിവസം പറഞ്ഞിട്ടല്ലോ, നിങ്ങളുടെ ഭർത്താവ് എന്നെ ചതിച്ചത്. എന്താണ് കാര്യം? എന്താന്ന് അറിഞ്ഞിട്ട് പോകടി. എന്താണ്? അതെ, ഞാൻ ക്ഷേമനിധി പോയിരുന്നു എന്റെ പൈസ ചോദിച്ചോണ്ട്. അവിടെ അവര് കമ്പ്യൂട്ടർ കുത്തിയിട്ട് പറയാ എന്റെ പൈസ ഒന്നും അവിടെ ഇല്ലെന്ന്. അതിന് കമ്പനി മുതലാളി എന്ത് വേണം? കമ്പനി മുതലാളി എന്ത് വേണം? മാസം ക്ഷേമനിധിയിൽ അടയ്ക്കാൻ ഈ മനുഷ്യന്റെ കയ്യിൽ ഞാൻ പൈസ കൊടുത്ത് വിട്ടതാ. അതൊക്കെ ഇയാൾ അങ്ങ് വിഴുങ്ങി.